പീരിമേട്ടിലെ ആദിവാസി സ്ത്രീ സീത മരിച്ച സംഭവം കൊലപാതകമാണ്. പക്ഷേ കൊന്നത് കാട്ടാനയാണെന്ന സീതയുടെ മകൻ ഷാജിമോൻ. തലനാരിഴയ്ക്കാണ് 4 ജീവനുകളും അവിടെ നിന്നും രക്ഷപ്പെട്ടത്. വ്യാജ റിപ്പോർട്ട് പുറത്തുവിട്ട ഡോക്ടർക്കെതിരെ നടപടിയെടുക്കണമെന്നും കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും സീതയുടെ മകന്റെ ആവശ്യം. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. മലബണ്ടാര ആദിവാസി സ്ത്രീ മരിച്ച സംഭവത്തിൽ മകന്റെ പ്രതികരണം ഇങ്ങനെ: കഴിഞ്ഞ 15 വർഷക്കാലമായി ഒന്നിച്ച് ജീവിച്ചു വരുന്നവരാണ് ബിനുവും സീതയും. ഇവരുടെ 9 മക്കളും. 7 മക്കൾ സീതയുടെ ആദ്യ ഭർത്താവിൽ നിന്നുമാണ്. ഇതിനുശേഷം ബിനു സീതയുമായുള്ള വിവാഹത്തിൽ 2 മക്കൾ കൂടിയുണ്ട്. അങ്ങനെ 9 കുട്ടികളെയും സീതയുടെ അച്ഛനെയും അമ്മയെയും അടക്കം 15ഓളം പേരെ നോക്കുന്നത് ബിനുവിന്റെ നേതൃത്വത്തിലുള്ള കുടുംബമാണ്. ഇതിനിടയിൽ 2 കുട്ടികളെ 10ാം ക്ലാസ് വരെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയിരിക്കെ 3 മാസക്കാലം മാത്രമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും താൽക്കാലിക ജോലി ലഭിക്കുന്നത്. തങ്ങളുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ് കാട്ടിലേക്ക് ഇറങ്ങുന്നത്. ഇത്തവണ ഒരാഴ്ച ക്യാമ്പിന് വേണ്ടിയുള്ള സാധന സാമഗ്രികൾ, ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ ആയിട്ടാണ് ഇറങ്ങിയത്. 2 മക്കളും സീതയും ബിനുവും ഇവരുടെ നായയുമാണ് പോകുന്നത്. ഇതിൽ ആദ്യം മക്കളാണ് മുൻപേ നടന്നു പോകുന്നത്. വഴിയിൽ മാങ്ങ പറിക്കുന്നതിന് വേണ്ടി മക്കൾ നിൽക്കുകയും സീത മുൻപും തൊട്ടുപുറകിലായി ബിനുവും പോകുന്നു. ഏകദേശം 100 മീറ്റർ വ്യത്യാസത്തിൽ ഈ സമയം കാട്ടിനുള്ളിൽ പതുങ്ങി നിന്ന കാട്ടാന സീതയെ ആക്രമിക്കുകയായിരുന്നു. തുമ്പിക്കൈ കൊണ്ട് തട്ടിയിടുകയും കാലുകൊണ്ട് ചവിട്ടുകയും ചെയ്തു. ഇത് തടയുന്നതിനു വേണ്ടി ബിനു ചെല്ലുന്ന സമയത്ത് ബിനുവിനെയും ആന തുമ്പിക്കൈ കൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. ഇവിടെ തോളിൽ കിടന്ന ഭക്ഷ്യവസ്തുക്കൾ കാരണം വലിയ മുറിവുകൾ ബിനുവിന്റെ ദേഹത്ത് ഉണ്ടായിട്ടില്ല. ഈ സമയം ഒച്ച കേട്ട് ഷാജിമോൻ എത്തുകയും കാണുന്ന കാഴ്ച ആനയുടെ വയറിന് അടിയിലായി അമ്മ കിടക്കുന്നതാണ്. അച്ഛൻ ഈ സമയം അവിടെ നിന്നും 20 അടി മാറിയാണ് കിടക്കുന്നത്. എന്നെ നോക്കണ്ട, അമ്മയെ രക്ഷിക്കണമെന്ന് അച്ഛൻ തന്നോട് പറഞ്ഞു. തുടർന്ന് ആനയുടെ പുറകിലൂടെ ചെന്ന ഞാനാണ് അമ്മയെ കോരിയെടുത്തത്. ഇതിനുശേഷം ഒച്ച വെച്ചതുകൊണ്ട് ആന അവിടെ നിന്നും മാറി. ഈ സമയത്തൊക്കെ അമ്മയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നു. വെള്ളം ആവശ്യപ്പെടുകയും മീൻമുട്ടി അരുവിയിലെത്തി അച്ഛൻ വെള്ളം കൊണ്ടുവരികയും ചെയ്തു. ഇത് കൊടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഞങ്ങൾ മറ്റുള്ള ആളുകളെ ഫോണിലൂടെ വിളിച്ച് വിവരം അറിയിച്ചു. തുടർന്ന് ഞങ്ങൾ തന്നെ കൊണ്ടുവന്ന സാധനങ്ങൾ അവിടെ വെച്ചിട്ട് അമ്മയെ തോളിലേറ്റി കൊണ്ടുവരികയായിരുന്നു. പകുതി എത്തിയപ്പോഴേക്കും ഞങ്ങളുടെ മറ്റ് ബന്ധുക്കളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും വാഹനവുമായി വന്നു. ഈ സമയം പോലും അമ്മയുടെ നെഞ്ചിടിപ്പ് ഉണ്ടായിരുന്നു. പിന്നീട് ആശുപത്രിയിൽ എത്തിയ ശേഷമാണ് മരണവാർത്ത ഞങ്ങൾ അറിയുന്നത്. നടന്നത് കൊലപാതകമാണ്. പക്ഷേ കൊന്നത് അച്ഛനല്ല, മറിച്ച് കാട്ടാനയാണ്. തെളിവെടുപ്പിന് എത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആന ആക്രമണം നടത്തിയ സ്ഥലവും മറ്റ് സാധനങ്ങൾ ചവിട്ടി പൊട്ടിച്ചിരിക്കുന്നതും കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയൊരു വ്യാജ റിപ്പോർട്ട് നൽകിയത് ഡോക്ടറാണ്. ഡോക്ടർക്കെതിരെ നടപടിയെടുക്കണമെന്നും മകൻ ഷാജിമോൻ ആവശ്യപ്പെടുകയും ചെയ്തു. നോക്കുമ്പോൾ അച്ഛൻ തിരിഞ്ഞ് അപ്പുറത്തെ സൈഡിൽ കിടക്കുന്നു. അമ്മ ആനയുടെ വയറ്റി കിടക്കുകയായിരുന്നു. എൻ്റെ പുറത്ത് കാണുന്ന സാധനമെല്ലാം ഈ എളുപ്പം വലിച്ചെറിഞ്ഞ് ഞാൻ ആനയുടെ വണ്ടി അടുക്കൂടെ നിരങ്ങിപ്പോൾ അമ്മനെ എടുത്ത് അപ്പുറത്തെ ഇതിൻ്റെ വലിയ വരക്കെട്ടുണ്ട്, ആ സൈഡിൽ കൊണ്ട് ഇരിപ്പിച്ച് എന്നെ മടി കിടപ്പിച്ചപ്പം വന്നപ്പം തന്നെ ഫോൺ ഞാൻ എടുത്ത് വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞ് മീൻമുട്ടി തേരി വരാം. അത് ശരിക്കും കേൾക്കത്തില്ല സംസാരം, അത് ചെവി അടുത്ത് കൊണ്ടുപോയാൽ മാത്രമേ കേൾക്കുന്നത്. മീൻമുട്ടി തേരി വരണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അച്ഛനെ എളുപ്പം ഞാൻ കാറി വിളിച്ച് അച്ഛൻ എളുപ്പം വരണം. അച്ഛനെല്ലാം അടുത്ത് വന്ന് കഴിഞ്ഞ് പറഞ്ഞ് വെള്ളം വേണമെന്ന് പറഞ്ഞു. അച്ഛൻ പോയി വെള്ളം കോരിക്കൊണ്ട് വന്ന് എല്ലാം കുളിപ്പിച്ച് അമ്മ എവിടെ നിന്നു, ആന എവിടെ നിന്നു എല്ലാം കാണിച്ചു കൊടുക്കും. അവരൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്നത് നോട്ടറിൻ്റെ പ്രശ്നമാണ് വരുന്നത്, അത് തിരുത്തണം. ഇതോടൊപ്പം ഈ കേസ് ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും കുടുംബം ആവശ്യപ്പെടുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പീരിമേട്.